ഇന്നലെ 24-ലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം പിന്നെ ഷെമി, അതായത് ഈ വെഞ്ഞാറമൂട് കൊലക്കേസിലെ പ്രതി അഫാൻ്റെ മാതാവാണ് ഷെമി. അവരെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഹോസ്പിറ്റലിലല്ല, ഇപ്പോൾ ഡിസ്ചാർജായി. അവരിപ്പോൾ ഉള്ളതൊരു കെയർ ഹോമിലാണ്. അവരെ ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല, ബന്ധുക്കളാരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. പിന്നെ അവർ ഇപ്പം നിന്നിരുന്ന വീട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റില്ല. അത് പിന്നെ പോലീസ് കേസന്വേഷണമൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ പോയിട്ട് താമസിക്കാനും പറ്റില്ല. അങ്ങനെയാകുമ്പോൾ ഇവർക്കിപ്പോൾ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, പിന്നെ ഷെമിയുടെ ഫാമിലി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് അത്ര ഒരു നല്ല സ്ഥിതിയിലല്ലാത്തത് കൊണ്ടും, പിന്നെ ഈ അഫാൻ്റെ പിതാവിൻ്റെ ഫാമിലി, അതായത് പിതാവിൻ്റെ പേര് റഹീം എന്നാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഇവരോട്, അതായത് ഈ ഷെമിയോട് ഒരു വിരോധമുണ്ട്, ഒരു ഇഷ്ടക്കേടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ആരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരൊരു കെയർ ഹോമിലേക്കാണ് മാറിയിട്ടുള്ളത്. ഈ ഷെമിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നന്നായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ആ ന്യൂസ്, അതായത് ഷെമിയെ നേരിട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം വാഗ്ദാനം ചെയ്തത് അവർക്ക് ഇനിയുള്ള കാലം ജീവിക്കാനായിട്ട് 24-ഉം പിന്നെ മറ്റ് ആൾക്കാരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു വീട് റെഡിയാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. സ്വന്തമായിട്ടൊരു വീട് തയ്യാറാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇനി പോകാനൊരു സ്ഥലമൊന്നുമില്ല. റഹീം എന്ന് പറയുന്ന ആളാണെങ്കിലും അയാളൊരു നിസ്സഹായ അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം ഇത്രയധികം കൊല്ലം പുറം രാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് അത് ഭാര്യയുടെ പിടിപ്പുകേടാണോ മകൻ്റെ ധൂർത്താണോ എന്താ കാര്യം എന്നറിയില്ല, ഒരു രൂപ പോലും ബാക്കിയില്ല. കുറേ കടവും അദ്ദേഹത്തിൻ്റെ അറിവിൽ, റഹീമിൻ്റെ അറിവിൽ ഉള്ളത് ഒരു ബാങ്കിലെ ഒരു ലോണും പിന്നെ ബന്ധുക്കളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഒരു 4 ലക്ഷം രൂപയും പിന്നെ എന്തോ സ്വർണത്തിൻ്റെയൊക്കെ ആയിട്ട് അങ്ങനെ അത്ര എമൗണ്ട് മാത്രമാണ് റഹീമിൻ്റെ അറിവിലുള്ള കടം. പക്ഷേ ഇവർ ഉമ്മയും മകനും കൂടി നാട്ടിലുണ്ടാക്കി വെച്ചേക്കുന്നത് 1-2 രൂപയല്ല, 35 ലക്ഷം രൂപയുടെ കടമാണ്. അപ്പം ഇത്രയും വലിയ എമൗണ്ട് കടം, അതും ഭർത്താവിനെ അറിയിക്കാതെ, ഇവർക്ക് ഇതെങ്ങനെ പോലും പറയാതെ ഇത്രയധികം പൈസ ഇവരെങ്ങനെ റോൾ ചെയ്തു, ഇവർ ഈ പൈസ എന്താ ചെയ്തത്, എന്താവശ്യത്തിനാണ് ഇവർക്ക് ചിലവാക്കിയത്, അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുവാണ്. ഇത്രയും വലിയ പൈസയുടെ എന്ത് ചിലവാണ് ഇവർക്ക് ഉണ്ടായേ എന്ന് തോന്നിപ്പോൾ. അതുകൂടാതെ അവരുടെ 2 വീലർ ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, അത് വിറ്റു, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ അതെല്ലാം പോരായിട്ട് ഇപ്പോൾ വീട് വിൽക്കാനും വച്ചിരിക്കുമായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ ധൂർത്താണോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റമാണ്, എന്താണോ ഈ അവസ്ഥയിൽ അവരെ കൊണ്ട് എത്തിച്ചതെന്ന് നമുക്കറിയില്ല. അതെല്ലാം ഇനി ഷെമി എന്ന് പറയുന്ന ആൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഉള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് വീട് കൊടുക്കുന്നത്. അപ്പം അതിലൊന്നും പരാതിയൊന്നുമില്ല, അത് ഓരോരുത്തരുടെ മനസാക്ഷി പോലെയാണ്. എന്തായാലും എനിക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. അല്ലാത്ത ഇതിപ്പോൾ സ്വന്തമായി വരുത്തി വച്ചതെന്നാണ് എനിക്ക് ഇവരുടെ ഒരു അവസ്ഥയെപ്പറ്റി തോന്നിയത്. എന്തുകൊണ്ടാണ് അഫാൻ ഈ രീതിയിൽ പെരുമാറിയെന്നുള്ളതിന് ആർക്കും ഒരു ഉത്തരവൊന്നും പറയാനില്ല. പിന്നെ ഇവർ പൈസ ഹെൽപ്പിന് ചോദിച്ചവരൊന്നും സഹായിക്കാത്തത് കൊണ്ട് പോയി വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. തലക്കടിച്ചു കൊന്നു, വെട്ടിക്കൊന്നതല്ല, തലക്കടിച്ചു കൊന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ നിന്ന് ചുരുക്കി മിച്ചം പിടിച്ചൊക്കെ ഉണ്ടാക്കുന്ന പൈസ മറ്റുള്ളവരുടെ ദൂരത്തിന് വേണ്ടി കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഈ മാതിരി കൊന്നുകളയും എന്നുള്ളതാണോ അതിൻ്റെ ഒരു ശരി? അപ്പം ഹെൽപ്പ് ചെയ്യുന്നവർ ചെയ്യുക, വേണ്ടാന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവർക്കൊരു വീട് വെച്ച് കൊടുക്കട്ടെ. കാരണം ിരുന്ന റഹീം എന്ന് പറയുന്ന ആളിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അയാൾക്കാണെങ്കിലും പോകാൻ ഇനി ഒരു ഇടമൊന്നുമില്ല. പിന്നെ മറ്റുള്ളവരുടെ അടുത്ത ആരുടെയൊക്കെ സഹായം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ അവർ ജീവിച്ചു പോകുന്നത്. അതായത് അവരുടെ ഡെയിലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും കഷ്ടത്തിലുള്ളൊരവസ്ഥയിലാണ്. പക്ഷേ അപ്പോൾ ഈ മകന് വേണ്ടിയിട്ട് അമ്മ ഇപ്പോഴും അത് തന്നെയാണ്. അതായത് രാവിലത്തെ റിപ്പോർട്ടിൽ ഇവർ പറയുന്നത് മകനെ രക്ഷിക്കണം, എനിക്ക് ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ, അവനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ഇവർ തലയടിച്ച് വീടുന്നതാണെന്ന് അവർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ വയ്ക്കാം. അപ്പോൾ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരുടെ എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിൽ എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാൽ ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുടിച്ച് ഞാൻ മനുഷ്യന്.
ഈ വീഡിയോയിൽ ഇവർ മകനെ ആവർത്തിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ജീവിതത്തിൽ മുഴുവൻ ഇത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. മകൻ കാണിക്കുന്ന ഓരോരോ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും ഈ മാതാവ് സപ്പോർട്ട് ചെയ്തായിരിക്കണം ഇവർ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവുക. എന്തായാലും ആട്ടെ, ആ അമ്മയ്ക്ക് മകനെ 2 മക്കളെയും നഷ്ടപ്പെടുന്നതിലുള്ള വിഷമം, ഒരാൾ ഓൾറെഡി പോയി, ഇനിയുള്ള ആളെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടാണ് ആ അമ്മ അങ്ങനെ കരയുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അമ്മയോട് സഹതാപമൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ജീവിതവും, പിന്നെ ഇവർ മരിക്കാൻ തയ്യാറായിട്ട് മുന്നേ 2 മക്കളും ഉമ്മയും കൂടി ഇരുന്ന് വീഡിയോ കാണുമായിരുന്നു, എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ ഒക്കെ കാണുമായിരുന്നു എന്ന് ഷെമി തന്നെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്നത് ഇവർ രാവിലെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ അവർ സമ്മതിച്ചു, മകനാണ് തന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത്, കഴുത്തിൽ പുറകിൽ നിന്ന് ഷാളിട്ട് വലിച്ചിട്ട് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആണ് അമ്മ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പം അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ ഇതെല്ലാം, അതെനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞു. മകൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഈ അഫാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പോലീസുകാരുടെ അടുത്ത് എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നും എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അപ്പം പിന്നെ ഈ ഉമ്മയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, നമ്മൾ ഗ്രീഷ്മയുടെ കേസിൽ കണ്ടതാണ്. അതായത് ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരു ഐ വിറ്റ്നസ് ഇല്ല, പിന്നെ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അന്ന് കുറേ ഇതിനെക്കുറിച്ച് നിയമം അറിയുന്നവരൊന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ എന്ന് പറഞ്ഞിരുന്നു, ഈ കേസിലൊരു വധശിക്ഷ കൊടുക്കാനും വേണ്ടി ഒന്നുമില്ല, കാരണം സാഹചര്യ തെളിവുകൾ വെച്ചിട്ടാണിത്, ദൃക്സാക്ഷി വേണം അങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അഫാൻ്റെ കേസിലും അഫാൻ നേരിട്ട് പോയി കീഴടങ്ങിയതാണ്. അത് കോടതിയിൽ വേണമെങ്കിൽ അയാൾ മാറ്റി പറയുകയാണെങ്കിൽ, പിന്നെ സാക്ഷികളില്ലെങ്കിലൊക്കെ കേസ് വളരെ ദുർബലമായി പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാടാണ്, നമ്മുടെ നീതിന്യായമാണ്, എങ്ങനെ ഇതിൽ ഒരു ജസ്റ്റിസ് നടപ്പാകും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടെങ്കിലും ഈ ഫർസാന എന്ന് പറഞ്ഞ കുട്ടി എന്തിനു കൊല ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വീട്ടിലിരുന്ന കുട്ടിയെ വാന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി ഇവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിക്രൂരമായിട്ട്, അതായത് ഇവന് ഏറ്റവും ഇഷ്ടമുണ്ടെന്ന് പറയപ്പെട്ടിരുന്ന ഈ പെൺകുട്ടിയെയും അനിയനെയുമാണ് ഏറ്റവും ദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള പല വീഡിയോകളും ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, കൊല ചെയ്തത് എങ്ങനെയാണ്, അതിനുശേഷം ഇവരുടെ ശരീരം എങ്ങനെ ഉണ്ടായിരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ വിശദീകരിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ക്രൂരമായിട്ടാണ് ഈ സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും അനിയനെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കേസെല്ലാം നടന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ തെളിവുകളുടെ കുറവോ എന്തെങ്കിലുമൊക്കെ ആയി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അഫാൻ ഇനിയും സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം. ഇത്രയും 5 പേരെ അടിച്ചു കൊലപ്പെടുത്തി, ഈ പറഞ്ഞ പെൺകുട്ടിയെ എന്തിനു കൊന്നു എനിക്കതിപ്പോഴും മനസ്സിലാവുന്നില്ല. ആ അച്ഛനും അമ്മയ്ക്കും ഒരു നീതി വേണ്ടേ? ഇപ്പം ഇവർ ചെന്നിട്ട് ഈ പ്രതിയായ ആൾക്ക്, പ്രതിക്ക് മനുഷ്യാവകാശമൊക്കെ ഉണ്ട്, ഇരയായി അല്ല കൊലയപ്പെട്ടവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ ഈ അഫാന് അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിക്ക് ഇതേപോലെയുള്ള ഹെൽപ്പെല്ലാം ആയിട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ ഈ ന്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഫർസാനയുടെ ഒരു ഫാമിലിയുണ്ട്, അവരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ടേ? അവർക്കൊരു സപ്പോർട്ട് വേണ്ടേ? അവർക്കൊരു നീതി കിട്ടണ്ടേ? അപ്പോൾ അതെനിക്ക് വല്ലാതെ ഒരു ശരിയല്ലാത്ത പോലെ തോന്നിയായിരുന്നു. തന്നെയുമല്ല, അഫാൻ ഈ 6 കൊലയാണ് ഉദ്ദേശിച്ചത്, അതിലൊരാൾ മരിച്ചില്ലല്ലോ, അപ്പോൾ 5 കൊലപാതകം. ഇയാൾ ഇതല്ല ഉദ്ദേശിച്ചിരുന്നത്, ഇതിൽ കൂടുതൽ പേരെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു. അതായത് 12 പേരെ മറ്റോ, അതിൽ 3 പേര് വെച്ച് 2 വീടുകളിൽ അങ്ങനെ എന്തോ ആണ്. അപ്പം മൊത്തം 12 പേരെയാണ് കൊല ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അനിയനെയും കൂടി വകവരുത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ ടയേർഡായി, ഇയാൾക്ക് പിന്നെ ചെയ്യാൻ പറ്റാണ്ടായി. അതുകൊണ്ടാണ് അത്രയധികം കൊലപാതകങ്ങളിൽ ചെയ്യാതെ ഈ 5 എണ്ണത്തിൽ നിർത്തിയത്, എന്നിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അഫാൻ്റെ അച്ഛനെയും അമ്മയൊന്നും നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു പിടിപ്പുകേട് ഇതിലുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അച്ഛൻ നാട്ടിലില്ലാത്തപ്പോൾ അമ്മയും മക്കളും ഒക്കെ തന്നെയാണല്ലോ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് മകനെ നിയന്ത്രിക്കാൻ പറ്റിയിരുന്നില്ലേ? അതോ അമ്മയായിരുന്നോ കൂടുതൽ എന്താ പറയുക എക്സ്പെൻസീവായി ജീവിച്ചിരുന്നത്? നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് 35 ലക്ഷം രൂപയുടെ കടം വന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ഇനി ഷെമി പറയാനുണ്ട്, ഷെമി പറയുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും കേസ് എങ്ങനെയൊക്കെ പോയാലും അഫാന് ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യാതൊരു ആനുകൂല്യവും കിട്ടാതെ
അടുത്ത ശിക്ഷ തന്നെ കിട്ടണം. പിന്നെ ഈ ആൾക്കാരും ചാനലും 24ഉം ഒക്കെ ചേർന്ന് വച്ചു കൊടുക്കുന്ന വീട്ടിൽ അഫാൻ വന്ന് താമസിക്കരുത് എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഫാന് താമസിക്കാനാവരുത് ആ വീട്. അത് അഫാൻ്റെ അച്ഛന് നിൽക്കാനായിരിക്കും അർഹത കൂടുതലുണ്ടാവുക. കാരണം അയാൾ അത്രയധികം കഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടിപ്പോൾ സീറോ ബാലൻസ് എന്ന് പോലും പറയാൻ പറ്റില്ല, മൈനസിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ മനുഷ്യന് കയറിക്കിടക്കാനുള്ളൊരു സ്ഥലമായി മാറട്ടെ. അഫാൻ അവിടെ വന്ന് ജീവിക്കാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊന്നും പോവാതിരിക്കട്ടെ. കടുത്ത ശിക്ഷ തന്നെ കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. ഫർസാനയ്ക്ക് ജസ്റ്റിസ് കിട്ടണം. കാരണം ഇവരുടെ കുടുംബവുമായിട്ട് സഹായിച്ചു, സ്വർണം കൊടുത്ത് സഹായിച്ചു, പൈസ കൊടുത്ത് സഹായിച്ചു, ഈ അഫാനെ സ്നേഹിച്ചു. ഇത് മാത്രമാണ് ആ പെൺകുട്ടി ചെയ്ത കുറ്റം. എന്നിട്ട് ആ കുട്ടിയെയും ഇങ്ങനെ കൊലപ്പെടുത്തി. അപ്പം ഫർസാനയ്ക്കും വേണം നീതി. ആ രീതിയിൽ വേണം കാര്യങ്ങളെല്ലാം നോക്കിക്കാണാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യണേ.